സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം എന്നാൽ സാധാരണയായിട്ട് പ്രായമേറിയ ആൾക്കാർ കാണുന്ന അസുഖമാണ്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഈ അസുഖം ചെറുപ്പക്കാരിലും മുന്നത്തെക്കാളും കൂടുതലായി കാണുന്നുണ്ട്. ഇതിന് പല കാരണങ്ങളാണ്. ചെറുപ്പക്കാരിലുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഈ കോവിഡ് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ചില പ്രത്യേക രക്തം കട്ടപിടിക്കാനിടയാകുന്ന ചില സാഹചര്യങ്ങൾ. അതുകൂടാതെ ഒരുപാട് മറ്റ് കാരണങ്ങളും. കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെക്കാട്ടും വളരെ കൂടുതലായിട്ട് നമ്മുടെ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നു. അതൊരു പ്രധാനപ്പെട്ട റീസണാണ്. അത് കാരണം ചെറുപ്പക്കാരിലെ സ്ട്രോക്കിൻ്റെ പ്രധാന കാരണങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. എങ്കിലും ഒട്ടനവധി മറ്റ് കാരണങ്ങളുണ്ട്. അതായത് ഈ ചെറിയ പരിക്കുകൾ വരിക, അതിന് ആർട്ടീരിയൽ ഡിസെക്ഷൻ എന്ന് പറയുന്നു, ഇഞ്ചുറി. അതായത് നമ്മൾ ബൈക്കിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ മറ്റ് പരിക്കുകൾ ഉണ്ടാകുക. ആ സമയത്ത് നമ്മുടെ കഴുത്തിലെ രക്തക്കൊള്ളുകളിൽ ചീന്തുകൾ ഉണ്ടാകുന്നു. ഇത് പിന്നീട് ക്ലോട്ടിംഗ് ആയിട്ട് ഉണ്ടായിട്ട് അത് തലച്ചോറിലേക്ക് പോവുകയും അത് സ്ട്രോക്കിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം ഹൃദ്രോഗങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം ചെറുപ്പക്കാരിൽ പോലും ഹാർട്ട് അറ്റാക്കൊക്കെ കൂടുതലായി കാണപ്പെടുന്നു. ഈ ഹാർട്ട് അറ്റാക്കും ഹൃദയത്തിൻ്റെ മറ്റ് അസുഖങ്ങളും വന്ന ആൾക്കാരിൽ സ്ട്രോക്ക് കാണാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുന്ന അവസ്ഥ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നൊരവസ്ഥ, ആ അവസ്ഥയിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ രക്തക്കട്ടകൾ ഉണ്ടാകുകയും ഇത് തലച്ചോറിലെ രക്തക്കുഴലിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും സ്ട്രോക്ക് ഉണ്ടാകാം. ഇത് കൂടാതെ നമ്മൾ കാണപ്പെടുന്ന മറ്റ് കാര്യങ്ങൾ ലഹരിയുടെ ഉപയോഗമാണ്. നമുക്ക് ഏവർക്കും അറിയാം സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം ഇപ്പോൾ വർദ്ധിച്ചു വരുന്നൊരു അവസ്ഥയാണുള്ളത്. ഈ അവസ്ഥയിൽ ഈ ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസ്, അതായത് നമ്മുടെ ലഹരി മരുന്നുകൾ കുത്തിവെക്കുന്ന ആൾക്കാരിൽ ഹൃദയത്തിൽ നിന്ന് രക്തക്കട്ട പോയി അത് തലച്ചോറിലേക്ക് പോയി സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും ഹെറോയിൻ, കൊക്കൈൻ എന്നീ മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ സ്ട്രോക്കിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം കാര്യങ്ങൾ എല്ലാം കൊണ്ട് തന്നെ നമ്മൾ ഈ സ്ട്രോക്ക് എന്ന അസുഖം ചെറുപ്പക്കാരിലും കൂടി കണ്ടുവരുമ്പോൾ അതിൻ്റെ ഭയാനകമായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ്. കാരണം സ്ട്രോക്ക് ഒരു ചെറുപ്പക്കാരന് വന്നു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ അത് ഫാമിലിക്കും, അതായത് കൊച്ചു മക്കൾ, ഭാര്യ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവരെ ആശ്രയിച്ചിരിക്കുന്ന ഫാമിലി, ഇതിന് വളരെയധികം ഒരു ആഘാതം സൃഷ്ടിക്കുന്നു. അതിനാൽ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളും മറ്റും തിരിച്ചറിഞ്ഞ് ചെറുപ്പക്കാരിലെ സ്ട്രോക്കിന് നമുക്ക് തീർച്ചയായിട്ടും പ്രതിരോധിക്കണം. അതിനുവേണ്ടി ലഹരിയുടെ ഉപയോഗം കുറക്കണം, ജീവിതശൈലി നമ്മൾ മാറ്റണം. ഒരുപാട് ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഒരുപാട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതും ഒഴിവാക്കി നല്ല രീതിയിലുള്ളൊരു ജീവിതശൈലിയും വ്യായാമ രീതിയും വേണം. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത്, 35-40 വയസ്സിനൊക്കെ ഉള്ള ആൾക്കാർ ഇടയ്ക്ക് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് അതില്ലെന്ന് ഉറപ്പ് വരുത്തണം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്ട്രോക്ക് എന്ന മഹാവ്യാധിയിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ രക്ഷ നേടാൻ കഴിയുന്നു. പിന്നെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് സംവിധാനങ്ങളുടെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഏറ്റവും പെട്ടെന്ന് 3 മണിക്കൂറോ 5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ ഒരുപാട് രോഗികൾക്ക് നമുക്ക് പൂർണ്ണമായിട്ടും രോഗവിമുക്തി നേടിക്കൊടുക്കാനുള്ള ചികിത്സാ സംവിധാനങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണ്.